വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നോവയുടെ ബാക്കി വർക്ക് പറഞ്ഞു തരാനാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണറ്റിനകത്ത് ഇങ്ങനെ ഒരു ഫോം ഷീറ്റ് വെച്ച് ബോക്സ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സാധാ ഒരു പീസ് എടുത്ത് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അകത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് തന്നെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻറ്റീരിയർ വരച്ചെടുത്ത ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ അതുപോലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഒട്ടിക്കുകയും ചെയ്യണം. പിന്നെ ഗിയർ ബോക്സിൻ്റെയും ചെയ്ത്, ഇതാണ് സ്റ്റോറേജ് ബോക്സ്. ആ രണ്ട് ഹോളുള്ളത് അവിടെ നടുക്കത്തെ കമ്പ് മാറ്റിയിട്ട് അവിടെ ഹാൻഡ് ബ്രേക്കും ഇപ്പുറത്ത് സ്റ്റോറേജ് ബോക്സും കൊടുക്കണം. ചെറിയ അത് ഞാൻ മാറ്റുന്നതായിരിക്കും. ഇനി ഗിയർ പണിയണം, സ്റ്റീറിങ് പണിയണം. ഇനി ടച്ച് സ്ക്രീനിൻ്റെ ഹോളിൻ്റെ അവിടെ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡ് കൊടുക്കണം. പിന്നെ എന്താ ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ബോണറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തട്ടി ഇരിക്കുന്നുണ്ടാണ് കേട്ടോ. ഇത് ബോണറ്റ് ഇങ്ങനെ അമുക്കി വെച്ചാലും ഇതിങ്ങനെ പൊങ്ങി വരും. അത് നല്ലത് തന്നെ. ഇനി ഈ കമ്പിനകത്ത് ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. ഇവിടെ വന്നിട്ട് ലോക്കിംഗ് സിസ്റ്റം കൊടുക്കും. ഇതിങ്ങനെ അമുക്കുമ്പം കറക്റ്റായിട്ട് അതിനകത്ത് ഒട്ടണം. ഒട്ടിച്ച് വെക്കാനല്ല, ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ സീറ്റിന് ഇത്തിരി ഹൈറ്റ് കൂട്ടി വെക്കണം. അതിനു വേണ്ടി നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് രണ്ട് സീറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പം ഇപ്പം 12 hour ആയപ്പോൾ തന്നെ 200 സംതിങ് വ്യൂവേ കിട്ടിയുള്ളൂ. സബ് അത്രയും കിട്ടിയില്ല. അപ്പോൾ മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ലൈക്കും ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ കൊച്ചു വീഡിയോ ആയിരുന്നു. പിന്നെ നമുക്ക് ഇനി അടുത്ത പാർട്ടി മിക്കവാറും വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഗിയർ ബോക്സ്, സ്റ്റീറിങ്, പിന്നെ ഇവിടുത്തെ ഒരിത്തിരി ഇത് കൂട്ടണം, വണ്ണം കൂട്ടണം. എന്നിട്ട് മിറർ മിക്കവാറും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിലോട്ട് കിടക്കും. ബാക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വീഡിയോ 3 മിനിറ്റ് ആവാറായി. ഒത്തിരി അങ്ങ് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. പാർട്ട് 5 ആയിരിക്കും എന്തായാലും ടയറും ചേസൊക്കെ. വണ്ടി ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും ഉണ്ടാക്കാനൊക്കെ. മേളൊക്കെ ഇങ്ങനെയാണ്. സ്റ്റോറേജ് ബോക്സ് തുറക്കണമെന്നായിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഡോറ് തുറക്കാത്തതുകൊണ്ട് പിന്നെ വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. ബോണറ്റ് മാത്രം തുറക്കുന്ന രീതിയിൽ. ലോക്കിംഗ് സിസ്റ്റം ചിലപ്പം പാർട്ട് 3 കാര്യം. അത് 3 പാടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീറ്റാണ്. ബബായ്. അപ്പം എല്ലാവരും ബബായ് പറയുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അത് എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട്, ആരും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്. വീഡിയോ കാണുന്ന 200 അത്രയും പേര് സബ് ചെയ്തായിരുന്നെങ്കിൽ വളരെ ഉപകാരം.
പിന്നെ ആ ഫോർച്യൂണറിൻ്റെ സ്കോർപ്പിയോടെയും വീഡിയോ പഠിച്ചു വ്യൂവേഴ്സാണ് കിട്ടിയത് 1 ലൈക്കും. ആരും കാണുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയ വിഷമം അത്രേ ഉള്ളൂ. അന്നേരം നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ തുടങ്ങിയത് ചാനൽ. അപ്പോൾ ഞാനൊരു മലയാളിയാണ്, ഒരു 10 വയസ്സുള്ള വെറും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ അത് ലെങ്ത് കൂടി. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.